ഇപ്പോൾ രാജ്യസഭയിൽ കേരളത്തിലെ എംപിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. I, Haris Biran, having been elected a member of the Council of the States, do swear in the name of God that I will bear true faith and allegiance to the Constitution of India as by law established, that I will uphold the sovereignty and integrity of India, and that I will faithfully discharge the duty upon which I am about to enter. We share the same procession. Yes, Shri Jose K. Mani. Yes, sir. Yes, sir. Yes, I have more relationship with us. I, Jose K. Mani, having been elected a member of Council of States, do swear in the name of God that I will bear true faith and allegiance to the Constitution of India as by law established, that I will uphold the sovereignty and integrity of India, and that I will faithfully discharge the duty upon which I am about to enter. Thank you, sir. अपनी शादी के साथ She is there in God. बेटा भी No, तो उनके साथ नई जगह मिलेंगे. okay. Thank you. You can straight. Shri P.P. Sunir. P.P. സുനീർ ആയ ഞാൻ രാജ്യസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി നിലവിൽ വന്ന ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും ഉയർത്തിപ്പിടിക്കുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. ഇപ്പോൾ വിശദാംശങ്ങളുമായി കാളിദാസൻ ചേരുന്നു. കാളി, രാജ്യസഭയിൽ കേരളത്തിൽ നിന്നുള്ള എംപിമാരാണ് ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വൃന്ദ, കേരളത്തിൽ നിന്നുള്ള 3 എംപിമാർ ഇപ്പോൾ രാജ്യസഭാ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ CPIയുടെ ഏറ്റവും അവസാനം മലയാളത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തത് P.P. സുനീറാണ്. CPIയുടെ P.P. സുനീർ ഇപ്പോൾ ഏറ്റവും അവസാനമായി ഈ 3 എംപിമാരിൽ ഏറ്റവും അവസാനമായി സത്യപ്രതിജ്ഞ ചെയ്ത് രാജ്യസഭാംഗമായി നിയമിതനായി. അതിനു മുമ്പ് ഏറ്റവും ആദ്യം ഹാരിസ് ബീരാനായിരുന്നു. മുസ്ലിം ലീഗിൻ്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായ ഹാരിസ് ബീരാനായിരുന്നു ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത്. അതിനുശേഷം ജോസ് കെ മാണി, കേരള കോൺഗ്രസ് എമ്മിൻ്റെ ജോസ് കെ മാണി
സത്യപ്രതിജ്ഞ ചെയ്ത് രാജ്യസഭാംഗമായി ചുമതലയേറ്റു. ഇതിൽ PP സുനീർ മാത്രമാണ് മലയാളത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തത്. ഇവരിൽ ഓരോരുത്തരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഹാരിസ് ബീരാനും PP സുനീറും കന്നി അംഗമാണ്. അതായത് ആദ്യമായാണ് രാജ്യസഭയിലേക്ക് ആദ്യമായി എത്തുന്നത്. ഇതിൽ ജോസ് കെ മാണിക്ക് മാത്രമാണ് ഒരു തുടർച്ച, ഒരു രാജ്യസഭാംഗ തുടർച്ചയായി ഇപ്പോൾ ജോസ് കെ മാണി രാജ്യസഭയിലേക്ക് തിരിച്ചു വന്നത്. ഇന്നലെയായിരുന്നു ജോസ് കെ മാണിയുടെ കാലാവധി കഴിഞ്ഞത്. ഇന്ന് അദ്ദേഹം വീണ്ടും രാജ്യസഭാംഗമായി അടുത്ത 6 കൊല്ലത്തേക്ക് അദ്ദേഹം വീണ്ടും സത്യപ്രതിജ്ഞ ഏറ്റെടുത്തു. LDFിൻ്റെ ഭാഗത്തു നിന്നും CPIയുടെ PP സുനീറും ജോസ് കെ മാണിയും ആണ് രംഗത്ത് വന്നത്. അതിൽ ഒട്ടേറെ വിവാദങ്ങളുണ്ടായിരുന്നു. CPM ഈ സീറ്റ് CPM ആവശ്യപ്പെടാതെ തന്നെ മറ്റ് ഘടകകക്ഷികൾക്ക് ഈ സീറ്റ് വിട്ടുകൊടുത്തതിലും പല പരാമർശങ്ങളുണ്ടായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMനേറ്റ ഒരു തിരിച്ചടി തന്നെയായിരുന്നു ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് CPMനും മാറ്റാൻ വേണ്ടി കഴിഞ്ഞത്, അല്ലെങ്കിൽ ഘടകകക്ഷികൾക്ക് കൊടുക്കാനായി നിർബന്ധിതരായത്. എന്തായാലും ഹാരിസ് ബീരാനും PP സുനീറും ജോസ് കെ മാണിയും LDFിൽ നിന്നുള്ള 2 കക്ഷികളും UDFിൽ നിന്നുള്ള 1 കക്ഷിയുമാണ് ഇപ്പോൾ രാജ്യസഭാംഗമായി നിയമിതരായിരിക്കുന്നത്. അതിൽ ഹാരിസ് ബീരാൻ 2011 മുതൽ തന്നെ സുപ്രീം കോടതി അഭിഭാഷകനായി അവിടെ ഡൽഹിയിൽ കഴിയുകയാണ്. അതുകൊണ്ട് തന്നെ ഡൽഹിയിലെ രാഷ്ട്രീയ മാറ്റങ്ങളെക്കുറിച്ച് വളരെയധികം ബോധ്യമുള്ള ഒരു വ്യക്തി തന്നെയാണ് ഹാരിസ് ബീരാൻ എന്ന് പറഞ്ഞത്. കൂടാതെ തന്നെ മുസ്ലിം ലീഗിൻ്റെ പല ചുമതലകളും അഭിഭാഷകനായി തുടർന്നുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിൻ്റെ പല ചുമതലകളും, അതേപോലെ തന്നെ KMCCയുടെ ചുമതല ഏറ്റിരുന്ന ആളാണ് ഹാരിസ് ബീരാൻ. അതേപോലെ തന്നെ PP സുനീർ കന്നിയാണെങ്കിലും ആദ്യത്തെ രാജ്യസഭയിലേക്ക് ആദ്യമായിട്ടാണെങ്കിലും PP സുനീറിനും രാഷ്ട്രീയം എന്നത് പുത്തരിയൊന്നുമല്ല, അല്ലെങ്കിൽ പുതിയതല്ല. കാരണം 2019 വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ LDF സ്ഥാനാർത്ഥിയായി നിന്നിരുന്നത് PP സുനീർ ആയിരുന്നു. അതുകൂടാതെ തന്നെ CPIയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്നു. ഹൗസിംഗ് ബോർഡ് മുൻ വൈസ് ചെയർമാനും കൂടിയായിരുന്നു PP സുനീർ. ഇതിനുശേഷമാണ് പെട്ടെന്നൊരു തീരുമാനത്തിൽ LDFിൻ്റെ തൻ്റെ പാർട്ടിയുടെ തീരുമാനത്തിൽ വീണ്ടും രാജ്യസഭയിലേക്ക് അംഗമായി രാജ്യസഭാ സ്ഥാനാർത്ഥിയാകാം എന്ന് PP സുനീർ തീരുമാനിച്ചത്. എന്തായാലും 2 പേർക്കും ഒരു പുതിയൊരു മുഖം തന്നെയായിരിക്കും. അവരുടെ ഒരു രാഷ്ട്രീയ മുന്നേറ്റങ്ങളും ഇനിയും നമുക്ക് എടുത്തു കാണാൻ സാധിക്കും. രാജ്യസഭ എന്ന് പറയുന്നതും വളരെ പ്രമാദമായ, അല്ലെങ്കിൽ പല നിയമനിർമ്മാണത്തിനും സാധ്യമായ രാജ്യസഭയിൽ ജോസ് കെ മാണി, PP സുനീർ, ഹാരിസ് ബീരാൻ എന്നിവരാണ് കേരളത്തിൽ നിന്നുള്ള MPമാരായി രാജ്യസഭയിൽ ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തത്. ഇപ്പോൾ ലോക്സഭയിൽ അഖിലേഷ് യാദവ് സംസാരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. मैं उन्हीं लोगों से कहना चाहता हूं कि लोग क्यूटो की फोटो लेकर बनारस की गलियों से लेकर के गंगा जी तक ढूंढ रहे हैं. उनको लगता है जिस दिन माँ गंगा साफ हो जाएंगी शायद उस दिन कहीं क्यूटो उसकी गोद में कहीं मिल जाएगा. बनारसी लोग चाहते हैं कि कोई गंगा जी के भी तल में उतरकर उसका दर्द भी जाने. उत्तर प्रदेश की जनता का बस यही आग्रह है कि जिस गंगा जल को हाथ में लेकर सच कहने की कसम खाई जाती है, कम से कम उस गंगा जल से तो झूठ ना बोला जाए. जहां विकास के नाम पर खरबों रुपए की लूट का राज खोलते भ्रष्टाचार के गड्ढे प्रदेश का नाम खराब कर रहे हैं, वहीं पहली बारिश में ही टपकती हुई छत और गिर चुकी स्टेशन की दीवार बेईमानी की निशानी बन गई है. अध्यक्ष महोदय, विकास का ढिढोरा पीटने वाले इस विनाश की जिम्मेदारी कब लेंगे? और रही सच्चे विकास की बात, तो हमने जो सड़क बनाई उस पर हवाई जहाज उतरे थे, और उत्तर प्रदेश की मुख्य नगरी में सड़कों पर नाव उतरी हैं, और अभी बारिश और हो जाएगी तो नाव से भी चलना पड़ेगा. यही स्मार्ट सिटी के जुमले का भी हाल है. न तो जाम से छुटकारा मिला, न बुनियादी सुविधाओं से कोई निजात मिली, न कोई बुनियादी सुविधाएं मिल पाई हैं. मुझे याद है अध्यक्ष महोदय, देश के प्रधान सांसद जी ने अनाथ पशुओं के बारे में बहुत कुछ कहा था.
अनाथ पशुओं की समस्या से छुटकारा दिलवाने के लिए का वादा किया हुआ, लेकिन कई चुनाव बीत गए हैं, अभी तक गन्ने का भुगतान 2 हफ्ते का वचन जो दिया था, कहां दिया था? अब तो वचन देने वाले को भी याद नहीं है। हर बात को വിവരങ്ങളുമായി കാളിദാസൻ ചേരുന്നു. നന്ദി. പ്രമേയ ചർച്ചയിൽ ലോക്സഭയിൽ പ്രധാനമന്ത്രി ഇന്ന് മറുപടി പറയും. രാഹുൽ ഗാന്ധിയുടെ ഹിന്ദു പരാമർശത്തിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് ഭരണപക്ഷത്തിന്റെ നീക്കം. പരാമർശങ്ങൾ സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്തു. വിശദാംശങ്ങൾ കാളിദാസ് നൽകും. കാളിദാസ്, വിശദാംശങ്ങൾ. വൃന്ദ, ഇന്ന് വൈകിട്ട് 4-നും 5-നും ഇടയിലാണ് പ്രധാനമന്ത്രി ഈ ഒരു ചർച്ചയ്ക്കുള്ള മറുപടി നൽകുക. എന്നാൽ ഇപ്പോൾ നിലവിൽ നമുക്കിവിടെ പ്രസക്തമായിരിക്കുന്നത് എന്ന് പറയുന്നത് ലോക്സഭയിൽ ഇപ്പോൾ പ്രതിപക്ഷം ആഞ്ഞടിക്കുകയാണ്. കാരണം ഇന്നലെ 1.5 മണിക്കൂറോളം നീണ്ട രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ പറഞ്ഞ പ്രസക്തമായ പല പരാമർശങ്ങളും ഇന്ന് രേഖകളിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുകയാണ്. കാരണം ബി ജെ പി പരാതി ഉന്നയിച്ചതിനെ തുടർന്ന് പല പരാമർശങ്ങളും നീക്കം ചെയ്തിരിക്കുകയാണ്. ഇതിനെതിരെ ഇപ്പോൾ പ്രതിപക്ഷം വീണ്ടും ആഞ്ഞടിക്കുന്നു. ഇപ്പോൾ നിലവിൽ അഖിലേഷ് യാദവ് ഇന്ത്യ മുന്നണിയിലുള്ള അഖിലേഷ് യാദവ് രാഹുലിന് പിന്തുണ നൽകിക്കൊണ്ട് വീണ്ടും ചോദിക്കുകയാണ്, എന്തിനാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ രേഖകളിൽ നിന്നും നീക്കിയിരിക്കുന്നത്? കാരണം സർക്കാർ മാറിയെങ്കിലും ഇപ്പോഴും ഈ പ്രശ്നങ്ങളെല്ലാം ഇപ്പോഴും സജീവമാണ്. പ്രധാനമായും ഈ രേഖകളിൽ നിന്നും മാറ്റിയ പരാമർശങ്ങൾ എന്ന് പറയുന്നത് രാഹുൽ പറഞ്ഞ ഹിന്ദു പരാമർശമാണ്. അതായത് ഭയവും വിദ്വേഷവും പരത്തുന്നവരല്ല ഹിന്ദുമതം, എന്നാൽ ഹിന്ദുവെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവർ ഈ അക്രമത്തെക്കുറിച്ച് സംസാരിക്കുന്നു എന്നാണ് രാഹുൽ ഇന്നലെ പറഞ്ഞത്. ഈ ഒരു പരാമർശത്തിനെതിരെ ഇന്നലെ തന്നെ പ്രധാനമന്ത്രി, ഈ ഒരു പ്രസംഗത്തിന് ശേഷം പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും സ്പീക്കറിനെ കണ്ട് പരാതി നൽകി. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ ഒരു പരാമർശങ്ങളെല്ലാം രേഖകളിൽ നിന്ന് നീക്കിയത്. ഈ ഒരു പരാമർശങ്ങൾ മാത്രമല്ല, അഗ്നിവീറിനെ കുറിച്ചും പറഞ്ഞ കുറച്ച് പരാമർശങ്ങളും രേഖകളിൽ നിന്ന് നീക്കിയിട്ടുണ്ട്. മാത്രമല്ല BJP-യെ കുറിച്ചും RSS-നെ കുറിച്ചും പറഞ്ഞ പരാമർശങ്ങളെല്ലാം നീക്കി. BJP ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നു എന്ന പരാമർശമാണ് പ്രധാനമായും നീക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ വ്യവസായികളായ അംബാനി, അദാനി എന്നിവരെ കുറിച്ച് പറഞ്ഞ പരാമർശങ്ങളും നീക്കം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നീറ്റ് പരീക്ഷ, ഇപ്പോൾ നിലവിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ളതാണ് നീറ്റ് പരീക്ഷ. നീറ്റ് പരീക്ഷയെക്കുറിച്ച് രാഹുൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നീറ്റ് പരീക്ഷ എന്നത് സമ്പന്നർക്കുള്ളതാണ്, പഠിച്ചെഴുതുന്നവർക്ക് അവിടെ പ്രസക്തിയില്ല എന്ന തരത്തിലും രാഹുൽ ആരോപണം ഉന്നയിച്ചിരുന്നു ഈ ഒരു ഭരണപക്ഷത്തിനെതിരെ, പ്രധാനമായിട്ടും BJP-ക്കെതിരെ. ഈ ഒരു പരാമർശങ്ങളെല്ലാം നീക്കം ചെയ്തിരിക്കുകയാണ്. ഇതിനെതിരെ പ്രതിപക്ഷം ആഞ്ഞടിക്കുക തന്നെയാണ്. കാരണം ഈ ഒരു പ്രതിപക്ഷത്തിന്റെ നീക്കം എന്ന് പറയുന്നത് ഇതുവരെയുള്ള കഴിഞ്ഞ ഒരു ടേം, 2ാം മോദി സർക്കാർ പ്രതിപക്ഷ നേതാവില്ലാതെ എന്തൊക്കെ കാട്ടിക്കൂട്ടിയിട്ടുണ്ടോ അത്തരത്തിലുള്ള ആ ഒരു ഇതിനെയെല്ലാം തള്ളിക്കളയുന്ന പോലെ ആഞ്ഞടിക്കുകയാണ്. കാരണം അവർക്കപ്പോൾ പ്രതികരിക്കാൻ പറ്റാതെ പോയതെല്ലാം ഇപ്പോൾ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയൊപ്പം ഈ ഒരു ഇന്ത്യ മുന്നണിയും ഇതിനെതിരെ എല്ലാം പ്രതികരിക്കുകയാണ്. ഓരോന്നും അക്കമിട്ട് എണ്ണി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം ഒരു മറുപടിയായിരിക്കും വൈകുന്നേരം 4 മണിക്കും 5 മണിക്കും ഇടയിൽ പ്രധാനമന്ത്രി നൽകുക. മാത്രമല്ല ഇപ്പോൾ ഈ ഒരു രാഹുലിൻ്റെ ഈ ഒരു പരാമർശത്തിനെ തുടർന്ന് ഇന്ന് പല ഭാഗങ്ങളിലും പ്രതിഷേധം നടക്കുകയാണ്. BJP-യുടെ ഭാഗത്തു നിന്നും, VHP-യുടെ ഭാഗത്തു നിന്നും, ബജ്രംഗ് ദളിൻ്റെ ഭാഗത്തു നിന്നും. അവസാനമായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ, അഹമ്മദാബാദിലെ ഒരു കോൺഗ്രസ് ഓഫീസിലേക്ക് BJP സംഘം, ബജ്രംഗ് ദൾ സംഘം ഇരച്ചു കയറി എന്നതാണ്. അവിടെ കല്ലേറ് നടന്നു എന്നതാണ്. ഈ ഒരു രാഹുൽ ഹിന്ദു പരാമർശത്തിൽ BJP ഈ ഒരു പ്രശ്നം മറ്റൊരു രീതിയിലാണ് അവർ കൈക്കൊണ്ടത്. കാരണം ഇവർ മൊത്തത്തിൽ ഹിന്ദു സമൂഹത്തെ അടിച്ചാക്ഷേപിക്കുന്നു എന്ന തരത്തിലാണ് സ്പീക്കർക്ക് പരാതി നൽകിയത്. ഇതിനെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കുകയാണ് BJP ചെയ്തതെന്നും ഇപ്പോൾ പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കുന്നുണ്ട്. ഇതിനെല്ലാം വീണ്ടും പ്രതിപക്ഷം ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഇപ്പോഴും സജീവമാണ്. ഈ പ്രശ്നങ്ങൾ ഒരിക്കലും സർക്കാർ മാറിയെങ്കിലും പ്രശ്നങ്ങൾക്ക് മാറ്റം വന്നിട്ടില്ല. കർഷക പ്രശ്നങ്ങളെക്കുറിച്ചും നീറ്റ് പ്രശ്നങ്ങളെക്കുറിച്ചും അഗ്നിവീറിനെക്കുറിച്ചും എല്ലാം കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ പ്രതിഷേധം തുടർന്നു വരികയാണ്. ഇതിനെല്ലാം ഒരു മറുപടി തന്നെയായിരിക്കും വൈകുന്നേരം 4 മണിക്കും 5 മണിക്കും ഇടയിൽ പ്രധാനമന്ത്രി സഭയിൽ അവതരിപ്പിക്കുക. ശരി, കാളിദാസാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.